ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ എന്ന തിരുസഭ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിവസം ഒത്തിരി ദൈവകൃപകളും അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും മക്കളിലേക്കും കടന്നു വരുന്ന ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസമാണ്. നമ്മൾ ഇന്നലെയൊക്കെ ഒത്തിരിയേറെ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ പലർക്കും കിട്ടിക്കാണും. ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ച നിയോഗങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച്. മംഗളവാർത്ത തിരുനാൾ എന്ന് പറയുമ്പോൾ രക്ഷാകര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മംഗളവാർത്ത തിരുനാൾ. യേശുവിൻ്റെ മനുഷ്യാവതാരം ക്രിസ്മസ് ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് കൃത്യം 9 മാസം മുമ്പാണ് മംഗളവാർത്ത തിരുനാൾ. ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നത്, 9 മാസം മുമ്പായിട്ട്. അപ്പോൾ നമുക്കറിയാം, ക്രിസ്മസിൽ ഉണ്ണി പിറക്കുന്നത് ഈ 9 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ ഹിതത്തോട് യെസ് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് 25 ക്രിസ്മസിന് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ഉണ്ണിയേശു നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം, വചനം മാംസം ധരിക്കുന്നതിൻ്റെ ആരംഭം സംഭവിക്കുന്നത് ഈ മംഗളവാർത്ത തിരുനാൾ ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഞാൻ തയ്യാറാണ് എന്ന് യെസ് പറഞ്ഞ ആ സമയം തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വചനം മാംസം ധരിച്ചു എന്നാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് യെസ് പറയുക എന്ന് പറഞ്ഞത് അത് ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞൊരു കാര്യമാണ്. ഒരുപക്ഷെ മറിയത്തിന് അതിനു മുമ്പ് മറിയത്തിൻ്റെതായ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുത്തപ്പോൾ മറിയം മാറ്റിവെച്ചു. യൗസപിതാവിനെ കുറിച്ച് നമ്മളെപ്പോഴും മറിയത്തിൻ്റെ യെസ്, മറിയത്തിൻ്റെ ഫിയാത്ത്, അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാറ്. വാസ്തവത്തിൽ ഈ ദൈവത്തിൻ്റെ പദ്ധതിയോട് ഒരു യെസ് പറഞ്ഞ ആളാണ് ഔസപിതാവ്. കാരണം ഈ ഭാര്യയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെക്കുറിച്ച് തനിക്കൊരു സംശയമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടപ്പോൾ യൗസപിതാവും ഒരു യെസ് പറഞ്ഞു. യൗസപിതാവ് ഈ മറിയത്തിൻ്റെ ഉത്തരവാദിത്വം, ഭർത്താവാകാനുള്ള ഉത്തരവാദിത്വം, അതോടൊപ്പം ഈ കുഞ്ഞിൻ്റെ വളർത്തു പിതാവാകാനുള്ള ഉത്തരവാദിത്വം, അത് യൗസപിതാവും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ പദ്ധതികളും മാറ്റിവെച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ രക്ഷാകര പദ്ധതി വളരെ മനോഹരമായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അപ്പോൾ ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്ത് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പോലും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് ഔസപിതാവും മറിയവും വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറുകയാണ്. അവരുടെ തിരുനാൾ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വർഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മംഗളവാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ദൂതനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയുന്നില്ലല്ലോ, അസാധ്യമായ കാര്യമാണല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? വാസ്തവത്തിൽ അതിന് ദൈവം നൽകിയ മറുപടി ഇതായിരുന്നു, എങ്ങനെ സംഭവിക്കുമെന്നൊന്ന് ആലോചിക്കേണ്ട, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒത്തിരി അസാധ്യ കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ നടക്കും? ഇപ്പോൾ ഒത്തിരി സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകും. അവർ ചിന്തിക്കും, ഇതെങ്ങനെ ഈ കടം വീട്ടും,
ജപ്തി നടപടികൾ നേരിടുന്ന കുടുംബങ്ങളുണ്ടാവും. എങ്ങനെ ഇതിൽ നിന്ന് കരകയറും? ചിലപ്പോൾ മക്കളുടെ ദുശീലങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. എങ്ങനെ ഈ മകനൊന്ന് ശരിയാക്കിയെടുക്കും? എങ്ങനെ ഈ മകളെ ഒന്ന് ശരിയാക്കിയെടുക്കും? അങ്ങനെ ചില പരീക്ഷകൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. എത്ര എഴുതിയിട്ടും കിട്ടുന്നുണ്ടാവില്ല. എങ്ങനെ നമ്മളിത് ശരിയാക്കും? ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന് മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 കഴിഞ്ഞ 3-4 ദിവസങ്ങൾ ഞാൻ ബോംബെയിലായിരുന്നു. അവിടെ ധ്യാനം നടത്തുകയായിരുന്നു. അന്തേരി എന്ന സ്ഥലത്തെ ടൗണാണ്. ടൗണിലുള്ള ഫൊറോനപ്പള്ളിയിൽ നമ്മുടെ പാട്ട് പാടുന്ന സിബിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മളവിടെ ധ്യാനത്തിന് പോയപ്പോൾ അത് ബോംബെയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു നഗരമാണ്. അവിടുത്തെ ജീവിത ചെലവൊക്കെ ഒത്തിരി ഉയർന്ന ജീവിത ചെലവുള്ള ഒരു പട്ടണം കൂടിയാണ്. അപ്പോൾ ഈ ധ്യാനം പൂർത്തിയായതിനു ശേഷം ഈ ധ്യാനത്തിന് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തെ, തൃശ്ശൂർ നിന്നുള്ള കുടുംബമാണ്. പരിചയമുള്ള പലരുമുണ്ട് അവിടെ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടിയിട്ടുള്ളൂ. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത, ഈ കുടുംബത്തിലെ അപ്പച്ചന്, അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നവരുടെ രജിസ്ട്രേഷൻ പേരുകൾ എഴുതുന്ന ഓഫീസിലിരിക്കും. വർഷങ്ങളോളം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 10,000-ഓളം അധികം ആളുകൾ എല്ലാ ആഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ഈ അദ്ദേഹത്തിൻ്റെ പേര് ജോസേട്ടനാണ്. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ശനിയാഴ്ച തന്നെ വരും. അതിനുശേഷം പിറ്റേ ദിവസം അങ്ങനെയുള്ള പലരും ഉണ്ട് അവിടെ. രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയാക്കി ഞായറാഴ്ച വൈകുന്നേരം വീട്ടിൽ പോകും. പിന്നീട് അദ്ദേഹത്തിന് തൃശ്ശൂർ അരിയുടെ ഹോൾസെയിൽ ബിസിനസ്സാണ്. അദ്ദേഹം ബിസിനസ്സിലേക്ക് പോകും. അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടെ, അദ്ദേഹത്തിൻ്റെ മകനെയും കുടുംബം എനിക്ക് പരിചയമുള്ളതാണ്. ജസ്റ്റിൻ ഈ ഫിലിമിൻ്റെ 2 സ്റ്റുഡിയോസാണ് ഉള്ളത്. അപ്പോൾ ഈ ജസ്റ്റിൻ സൗണ്ട് മിക്സിങ്ങിൻ്റെ എഞ്ചിനീയറാണ്. അദ്ദേഹം 2 തവണ ഈ സൗണ്ട് എഞ്ചിനീയറായിട്ട് സിനിമകളിൽ ഹിന്ദി സിനിമകളിൽ സൗണ്ട് മിക്സിങ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ 2 പ്രാവശ്യം അവാർഡ് അദ്ദേഹത്തിന് ഈ രാഷ്ട്രപതിയിൽ നിന്ന്, പ്രണബ് മുഖർജിയിൽ നിന്നും ഒക്കെ വാങ്ങിയതിൻ്റെ ചിത്രങ്ങൾ അവരുടെ വീട്ടിലിരുന്നു. ഒത്തിരിയേറെ ട്രോഫികൾ കിട്ടിയിട്ടുള്ള വളരെ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജസ്റ്റിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞു വരുന്നത്, അദ്ദേഹവും ഭാര്യയും കൂടെ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ അവരുടെ സ്റ്റുഡിയോ കാണാനും വീട്ടിലേക്കും ആയിട്ട് ക്ഷണിച്ചു. അപ്പോൾ അവർ വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ബോംബെയിൽ ഈ സ്റ്റുഡിയോ അവരുടെ അന്തേരി ടൗണിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ബോളിവുഡിലെ ഫിലിംസ് അവിടെ അവർ ഷൂട്ട് ചെയ്തതിന് ശേഷം സൗണ്ട് മിക്സിങ്ങിനും ഡബ്ബിങ്ങിനും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സ്റ്റുഡിയോയിൽ വരിക. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ച കാര്യം, കയറി ചെന്ന വലിയ സ്റ്റുഡിയോ ആണ്. ഒത്തിരി ആ സ്റ്റുഡിയോയുടെ ബിൽഡിങ്ങിന് അവർക്ക് ഒരു മാസം 8 ലക്ഷത്തോളം രൂപയാണ് അതിൻ്റെ റെന്റ്, വാടക. ഹല്ലേലൂയ. അപ്പോൾ വലിയ സ്റ്റുഡിയോയിൽ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ ഒരു 3-4 അടി വലുപ്പമുള്ള ഒരു രൂപമാണ് ഏറ്റവും മുൻഭാഗത്ത്. ഈ ബോംബെയിലെ, അതായത് സിനിമാ ലോകത്തുള്ള നടീനടന്മാരും മറ്റു മതസ്ഥരായിട്ടുള്ള അനേകരും കയറി വരുന്ന ഈ വലിയ സ്റ്റുഡിയോയുടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു രൂപം അവർ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പൊതുവെ അങ്ങനെയുള്ള ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ക്രിസ്ത്യൻസ് ആണ്. പ്രാർത്ഥനയുണ്ടെങ്കിൽ പോലും അവർ ഓഫീസിലൊക്കെ അല്പം മാറ്റിയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്റ്റുഡിയോയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പേരാണ് ബോളിവുഡിലെ ഫിലിം സ്റ്റുഡിയോ കിട്ടിയിരിക്കുന്നത്, മരിയാനോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവരുടെ കൂടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളും കൂടെ ഈ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും പരിശുദ്ധമ്മയിൽ വലിയ വിശ്വാസമാണ്. കാരണം ഈ മകനെ ഒരു സ്ഥലത്ത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നില്ല. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഞാൻ പറയുകയാണ്, മാതാവിൻ്റെ മാധ്യസ്ഥയിലൂടെ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ 2 പേരും കൂടിയാണ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറയുകയെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ ഒരു ചെറിയ മുറിയിലാണ് ആദ്യം സ്റ്റുഡിയോ വർക്ക് ആരംഭിച്ചത്. ഈ ചെറുപ്പക്കാരൻ മറ്റുള്ള വലിയ ഫിലിം സ്റ്റുഡിയോകളിൽ വർക്ക് ചെയ്ത് അങ്ങനെ അവാർഡ് ഒക്കെ കിട്ടി. ഇദ്ദേഹം സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ, ഒരു മുറി സ്റ്റുഡിയോയിലാണ് ഇത് ആരംഭിച്ചത്. അന്ന് ഇവര് ഭാര്യയും ഭർത്താവും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞങ്ങൾക്ക് ഒരു വലിയ സ്റ്റുഡിയോ തുടങ്ങാൻ
ദൈവം കൃപ തന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് വാക്കുകൊടുത്തതുപോലെ ദൈവം ഇവരെ അനുഗ്രഹിച്ചു. ഇവർക്ക് അവിടെ 2 ഫിലിം സ്റ്റുഡിയോസ് ഉണ്ട്. അതിലെ പ്രധാന ഭാഗത്ത് ആരും കയറി ചെല്ലുന്നിടത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു 4 അടിയോളം വലുപ്പമുള്ള പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. ആ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ അപ്പോൾ ഇത് നോക്കിയിട്ട് ആ സഹോദരി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ, അവരുടെ കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, വളർച്ച, ഉയർച്ച ഒക്കെ പങ്കുവെക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല. ഞാൻ അവിടെ പോയി സ്റ്റുഡിയോയിലൊക്കെ കണ്ട് അതൊക്കെ പ്രാർത്ഥിച്ച് അതിനുശേഷം എന്നെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ ആ സഹോദരൻ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പറഞ്ഞു വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയാണ്. കാരണം ബോംബെയിൽ നമുക്കറിയാം ഈ ബോളിവുഡ് അതിൻ്റെ ഫിലിമുകളൊക്കെ നിർമ്മിക്കുന്നത് ഒക്കെ 50 കോടി, 100 കോടി, 200 കോടി, 300 കോടി പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഇത് നിർമ്മിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഒരു ടെൻഷനാണ്. ഇത് ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ്. ടെൻഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ വിളിച്ചു പറയുന്നത് വീട്ടിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അപ്പനോടും അമ്മയോടുമാണ്. അവർ അവിടെ ഇരുന്ന കരുണക്കൊന്തയും മാതാവിൻ്റെ കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ച് ഏത് പ്രതിസന്ധിയും മാറ്റിക്കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മകനും ഭാര്യയും പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പനും അമ്മയുമാണ്. അവരാണ് ഞങ്ങളുടെ ഏത് പ്രശ്നത്തിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് അവാർഡൊക്കെ കിട്ടി ജസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് പോകുമ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റിൻ്റെ കൂടെ പോകുമ്പോൾ ജസ്റ്റിൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലാണ്. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണ് വെച്ചാൽ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു MSc നേഴ്സാണ്. അവിടെ ബോംബെയിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കാനഡയിൽ PR-ഓട് കൂടെയുള്ള ഓഫർ വന്നതാണ്. പക്ഷേ അന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ ഇവിടെ ആക്കി പോകുന്നില്ല, എനിക്കങ്ങനെ കൊച്ചിനെ ഇവിടെ ആക്കി പോയിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ നിന്നു. അതിനുശേഷം ആ സഹോദരിയും ഈ സ്റ്റുഡിയോയുടെ ഭാഗമായി തീർന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടി നന്നായിട്ട് സ്റ്റുഡിയോ നടത്തുന്നു. അപ്പോൾ ജസ്റ്റിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അച്ഛാ, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷമെന്നും സമാധാനമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ എൻ്റെ അപ്പനെയും അമ്മയും അവളുടെ അപ്പനും അമ്മയെ പോലെ തന്നെയാണ് നോക്കുന്നതും സ്നേഹിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ആ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവർ ഈശോയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയ അന്നു മുതൽ ഇവരുടെ കുടുംബത്തിനും ഇവരുടെ ബിസിനസ്സിലും എന്നും ഉയർച്ചകളും വളർച്ചകളും അനുഗ്രഹങ്ങളും മാത്രമാണ്. അതോടൊപ്പം ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ അതിശയിക്കുന്ന ഒരു മേഖല ഇതാണ്. ഈ ബോംബെയിലെ ബോളിവുഡിൽ ഫിലിംകാരോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്, അച്ഛാ, നമുക്ക് ശരിയായ ദൈവവിശ്വാസവും പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ സഹായവും ഉണ്ടെങ്കിൽ എത്ര ലഹരി വസ്തുക്കളുടെയും മദ്യത്തിൻ്റെയും മറ്റു തിന്മകളുടെയും മധ്യത്തിലാണെങ്കിലും നമുക്ക് വിശുദ്ധരായി ജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ സാക്ഷ്യം, അതോടൊപ്പം അവരൊരു മടി കൂടാതെ യേശുവിന് ഇങ്ങനെയുള്ള ബോളിവുഡിൽ അവർ ഒരു മടിയും കൂടാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആ യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും അവരുടെ സ്റ്റുഡിയോയിൽ വലിയ സ്ഥാനം നൽകി ഇങ്ങനെ അവർ ജീവിക്കുമ്പോൾ അവരെക്കുറിച്ച് എനിക്ക് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഇന്ന് അവരെക്കുറിച്ച് പങ്കുവയ്ക്കണം തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സ്റ്റുഡിയോ വെഞ്ചരിക്കാനായിട്ട് തോമസ് എലവനാൽ പിതാവിനെ വിളിച്ചപ്പോൾ ഇതൊക്കെ വന്ന് കണ്ട് വെഞ്ചരിച്ച് ആശീർവദിച്ചതിന് ശേഷം തോമസ് പിതാവ്, എലവനാൽ പിതാവ് ഇവരോട് പറഞ്ഞു, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു കാര്യത്തിന് ആദ്യമായിട്ട് വെഞ്ചരിക്കാൻ വിളിക്കുന്നത് നിങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ,
അപ്പോൾ ദൈവകൃപയാൽ അവർ അപ്പനും അമ്മയൊക്കെ നാട്ടിലാണ്, പക്ഷേ ഈ ധ്യാന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ധ്യാനത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പരിശുദ്ധ അമ്മയിലൂടെ ഇത്രയും അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ കാരണം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് യെസ് കൊടുത്തപ്പോൾ അന്ന് മുതൽ അമ്മയുടെ പദ്ധതികളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മകളായി ജീവിച്ചു. ആ സമർപ്പണത്തിൻ്റെ ആഴം കൊണ്ടാണ് ദൈവം ഇന്ന് ഈ ലോകമെമ്പാടും പരിശുദ്ധ അമ്മയിലൂടെ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടെ ഈ മംഗളവാർത്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന നോമ്പുകാലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ തരുന്നൊരു ചിന്ത കൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലെയും പലപ്പോഴും നമ്മളെ ബാധിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾക്ക് ദൈവത്തെ കാണാനുള്ള ഹൃദയവിശുദ്ധിയിലേക്ക് വളരാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. കാരണം ലോകത്തെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരും ലോകത്തിൻ്റെ സന്തോഷങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നവരും ലോകത്തിൻ്റെതായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് ദൈവത്തെ കാണാനുള്ള വിശുദ്ധിയിൽ വളരാൻ കഴിയാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ കുടുംബത്തിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞത് നമുക്കറിയാം. ബോംബെയിലെ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ആ ബോളിവുഡിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനിടയിലും യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജീവിത വിശുദ്ധിയിൽ നല്ല രീതിയിൽ ഒരു ലഹരി വസ്തുവും മദ്യവും ഒന്നും കൂടാതെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കുടുംബമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെയുള്ള അനേകം കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങളും അങ്ങനെയുള്ള കുടുംബങ്ങളാകാം. തീർച്ചയായിട്ടും ഈ മംഗളവാർത്ത ദിവസം, ഈ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയോട് നമുക്ക് ഹൃദയവിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇന്ന് രാവിലെ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈശോ കൊണ്ടുവന്നതാണ്, ഈ മംഗളവാർത്ത തിരുനാൾ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ, അമലോത്ഭവ ഹൃദയത്തിൻ്റെ അവിശുദ്ധി ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നീതിമാനായ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മലമായ ഹൃദയം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടേതുപോലെയുള്ള തിരുഹൃദയം നമുക്കും ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നോമ്പുകാലത്ത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്, വസ്ത്രമല്ല കീറേണ്ടത്. വസ്ത്രം കീറാൻ വളരെ എളുപ്പമാണ്. വസ്ത്രങ്ങളല്ല കീറേണ്ടത്, നമ്മുടെ ഹൃദയങ്ങളാണ് കീറേണ്ടത്. നമ്മുടെ വസ്ത്രങ്ങൾ കീറി ചാരം നെറ്റിയിൽ പൂശി നമുക്ക് നോമ്പാചരിക്കുവാൻ, ഉപവാസം അനുഷ്ഠിക്കാൻ എളുപ്പമാണ്. കർത്താവ് പരിശുദ്ധമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിവസം നമ്മോട് പറയണം, എൻ്റെ അമ്മയെപ്പോലെ നിങ്ങളുടെ ഹൃദയമാണ് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിന് നിങ്ങളുടെ ഹൃദയങ്ങളാണ് കീറേണ്ടത്. ദൈവത്തിന് ചേരാത്തത്, വിശുദ്ധിക്ക് ചേരാത്തത്, നന്മയ്ക്ക് ചേരാത്തത്, ദൈവകൽപ്പനകൾക്ക് യോജിക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഈ മംഗളവാർത്ത തിരുനാൾ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധിയിൽ നിലനിർത്തണമേ. പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തിൻ്റെ പരിശുദ്ധി, യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ ആ നിർമ്മലത, യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി, അത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും നൽകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും മുന്നേറുവാൻ, ജീവിത വിശുദ്ധിയിൽ മുന്നേറുവാൻ, ഞങ്ങളുടെ മക്കളും അനുഗ്രഹങ്ങളായി തീരുവാൻ ഇട നൽകണമേ എന്നും നമുക്ക് ഈ മംഗളവാർത്ത തിരുനാൾ ദിവസം പ്രാർത്ഥിക്കാം. അതോടൊപ്പം പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊന്നും അസാധ്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം എൻ്റെ അടുത്ത് പറഞ്ഞ സാക്ഷ്യം അതായിരുന്നു. അച്ഛാ, ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ ഒരു കാര്യവും അസാധ്യമല്ല എന്നതിൻ്റെ തെളിവാണ് ബോംബെ നഗരത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഈ 2 ഫിലിം സ്റ്റുഡിയോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഭൗതികമായി ചിന്തിച്ചാൽ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ബോംബെ നഗരത്തിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ പേരിട്ട്
ഒരു ഫിലിം സ്റ്റുഡിയോ വിജയിക്കുക സാധ്യമല്ല. പക്ഷേ ബുദ്ധി മാറ്റിവെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയുടെ പേരിട്ട് അവർ 2 ഫിലിം സ്റ്റുഡിയോ ആരംഭിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബുദ്ധിക്ക് അപ്പുറം ദൈവത്തിൽ ആശ്രയിക്കാനും പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാനും നമ്മൾ അതിനുള്ള ആർജവത്വം കാണിച്ചാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഇടപെടുമെന്ന് തീർച്ചയാണ്. ഈ മംഗളവാർത്ത തിരുനാൾ ദിവസം നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബത്തിലെ ആ അപ്പച്ചൻ ഒരു പക്ഷേ വർഷങ്ങളോളം എല്ലാ ദിവസവും തൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി വെച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അതെ, ആ കുടുംബത്തിലേക്ക് ആ പിതാവിൻ്റെ അനുഗ്രഹവും ആ കുടുംബത്തിൻ്റെ ത്യാഗവും അത് പല വിധത്തിൽ അനുഗ്രഹങ്ങളായിട്ട് കടന്നു വന്നു. അതെ, ദൈവം മകനെ അനുഗ്രഹിച്ചു, ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അവർക്ക് ഇന്ന് യേശുവിന് സാക്ഷ്യം നൽകി ബോംബെ നഗരത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു. വലിയ ദേശീയമായിട്ടുള്ള അവാർഡുകൾ വരെ ദൈവം മകന് കൊടുക്കുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയിലൂടെയാണ് ലഭിച്ചതെന്ന് ഇന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത പരിശുദ്ധ അമ്മ സ്വീകരിച്ച അന്ന് മുതൽ ദൈവത്തിൻ്റെ പ്രിയപുത്രിയായി അവളിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇന്ന് കുടുംബങ്ങളിലേക്ക് വർഷിക്കപ്പെടുകയാണ്, മക്കളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഈ ദൈവാനുഗ്രഹം കടന്നു വരെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നെറ്റിച്ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈ തിരുനാൾ ദിവസം ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് ഒഴുകുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഒന്നും തന്നെ അസാധ്യമായിരിക്കില്ല എന്ന ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ അമ്മയെ അമ്മ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്കും സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പരിശുദ്ധിയും വിശുദ്ധ യോസേഫ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തിന്റെ നൈർമല്യവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, 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 മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ കയ്യും കയ്യും തളരുമ്പോൾ, അമ്മേ അമ്മേ തായേ കയ്യും കയ്യും തളരുമ്പോൾ കൈകാലുകളിൽ കുറിവേറ്റവനെ ആരാധിക്കുന്നു. കൈകാലുകളിൽ കുറിവേറ്റവനെ ആരാധിക്കുന്നു.
അമ്മേ തായേ നിന്നലമേറ്റു തളരുമ്പോൾ അമ്മേ അമ്മേ തായേ നിന്നലമേറ്റു തളരുമ്പോൾ നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അങ്ങേയറ്റം തളരുമ്പോൾ അമ്മേ അമ്മേ തായേ അങ്ങേയറ്റം തളരുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ ഹൃദയം തീരിപ്പുകയുമ്പോൾ അമ്മേ അമ്മേ തായേ ഹൃദയം തീരിപ്പുകയുമ്പോൾ കടലിനു മീതെ നടന്നവനെ ഞാൻ ആരാധിക്കുന്നു കടലിനു മീതെ നടന്നവനെ ഞാൻ ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ കണ്ണീർ കടലിൽ താഴുമ്പോൾ അമ്മേ അമ്മേ തായേ കണ്ണീർ കടലിൽ താഴുമ്പോൾ കൈപ്പുനീര് കുടിച്ചവനെ ഞാൻ ആരാധിക്കുന്നു കൈപ്പുനീര് കുടിച്ചവനെ ഞാൻ ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഹല്ലേലൂയ 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 അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു ഹല്ലേലൂയ 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 നല്ല വാർത്തകൾ കേൾക്കാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ എല്ലാ കുടുംബങ്ങളിലേക്കും നല്ല വാർത്തകൾ കടന്നു വരും, മംഗള വാർത്തകൾ കടന്നു വരും. ആരാധന അമ്മയുടെ തിരുനാൾ ദിവസം എല്ലാവരും അനുഗ്രഹിക്കും. പരിശുദ്ധമേ ഒരാളെ വെറുങ്കയോടെ പറഞ്ഞേക്കരുത്. ഈശോയെ അനുഗ്രഹിക്കണം, ഔസപിതാവെ അനുഗ്രഹിക്കണം. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വിശുദ്ധ അന്തോണീസയെ കടന്നു വരണം, വിശുദ്ധ യൂദാസ്ലീഹായെ കടന്നു വരണം, വിശുദ്ധ മൈക്കലെ കടന്നു വരണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണ അഭിഷേകം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, മഹത്വം 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 മഹത്വം. കൃപ നിറയട്ടെ, ശക്തി ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എല്ലാവരും ചേർന്ന് സ്തുതിക്കാം.
കർത്താവേ. യേശുവേ ആരാധന ആരാധന ആരാധന. നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണെന്ന്. മംഗളവാർത്ത തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് വരണമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ. കാനായിലെ കുടുംബം സന്ദർശിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ലഭിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. വളരെയധികം പഴക്കം വന്ന് ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബത്തെ ഈശോ കാണുന്നുണ്ട്. ആ കുടുംബത്തിന് കർത്താവ് ഒരു പുതിയൊരു ഭവനം കർത്താവ് അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിലെ ഒരു വളർത്തു മൃഗം, പശുവോ കാളയോ അങ്ങനെയുള്ള ഒരു മൃഗമാണ്. അതെപ്പോഴും വീട്ടിൽ തളർന്നു വീഴുന്നു. അതിന് കാൽസ്യത്തിൻ്റെ കുറവോ എന്തോ കാര്യമുണ്ട്. അതിന് വലിയ രോഗത്തിലൂടെ കടന്നു പോകുന്ന കുടുംബം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ആ വളർത്തു മൃഗത്തിൻ്റെ മേലെ കർത്താവിൻ്റെ കരുണ ഒഴുക്കുന്നുണ്ട്, സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലീഡിങ് വളരെ ശക്തമായിട്ടുള്ളൊരു സഹോദരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജപ്തി നടപടികളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്ന കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ 6 കുടുംബങ്ങളെ കർത്താവ് ജപ്തി നടപടികൾ ഒഴിവാക്കി കൊടുത്ത് ആ കുടുംബങ്ങളിൽ അത്ഭുതകരമായ രീതിയിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വിധത്തിലുള്ള ലഹരി വസ്തുക്കൾക്കും മദ്യത്തിനും അടിമപ്പെട്ടു പോയവർ, അതിൽ മുതിർന്നവരുമുണ്ട്, പ്രായമായവരുമുണ്ട്, കുട്ടികളുമുണ്ട്. അങ്ങനെയുള്ള 12 പേരെ കർത്താവ് ആ മേഖലയിൽ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വിധത്തിലുള്ള ജഡിക പാപങ്ങളിൽ വീണ്ടും വീണ്ടും വീണു പോകുന്നു. മോശമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ജഡിക പാപങ്ങൾ ഇങ്ങനെ വീണു പോകുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥത്തില് 32ഓളം പേരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. വിശുദ്ധിയിലേക്ക് അവർ നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കിഡ്നി സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻ, യൂറിനറി ബ്ലാഡറിൻ്റെ തകരാറ് മൂലം യൂറിൻ ഇടയ്ക്ക് അറിയാതെ പോവുക, അതുമൂലം പുറത്തേക്കൊക്കെ പോകാൻ മടിയാവുക, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന 7 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ ഉറക്കം കിട്ടാത്ത 21 പേരെ കർത്താവ് രാത്രിയിൽ സുഖനിദ്ര നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്ത് ജോലി നൽകി കർത്താവ് 2 പേരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കുറെ നാളുകളായിട്ട് ആത്മാർത്ഥമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള 160ഓളം പേർക്ക് ഒരു പുതിയ ഉണർവും അഭിഷേകവും ഈ തിരുനാൾ ദിവസം ഈശോ തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു മതിൽക്കെട്ടിന്റെ പേരിൽ മതിൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് 2 അയൽപ്പക്കങ്ങളുമായിട്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് രമ്യതയിൽ പരിഹരിക്കാനും മതിൽ കെട്ടാനും ഈശോ ഇടവരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ കുറിച്ച് ആകുലപ്പെട്ട് അവരുടെ പരീക്ഷയുടെ റിസൾട്ട്, അവരുടെ സ്വഭാവ രീതി, മൊബൈൽ ഫോണിന്റെ അടിമത്തം,
ഇതിനെക്കുറിച്ചൊക്കെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 42ഓളം മാതാപിതാക്കൾ ഈശോ കാണുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ലിവർ സംബന്ധമായ അസുഖമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 15ഓളം പേർക്ക് ഉന്നതത്തിൽ നിന്നൊരു നീലപ്രകാശം വരുന്ന കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏതാനും സാക്ഷ്യങ്ങൾ. സിജി നെല്ലിപ്പോയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് BSc നഴ്സിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. സിജി നെല്ലിപ്പോയിൽ കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഡെയ്സി ബിനോയി കാക്കവയൽ. എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ ചില ഭക്ഷണം കഴിക്കുമ്പോഴും മുഖവും കൈയും ചൊറിയുകയും ചുമന്നു വരികയും ചെയ്യുമായിരുന്നു. അച്ഛൻ ആരാധനയുടെ സമയത്ത് സ്കിൻ അലർജിയുള്ള 4 പേരെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഞാനായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു. ഈ ആഴ്ച ആയപ്പോൾ എനിക്കത് പൂർണ്ണമായി മാറിക്കിട്ടി. സൗഖ്യം ഈശോയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഡെയ്സി ബിനോയ് കാക്കവയിൽ കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ശാന്ത മരിയ. എൻ്റെ മകൾക്ക് ബ്ലീഡിംഗ് ദശ വളരുന്ന അവസ്ഥയായിരുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, രണ്ടാമത്തേത് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനിവിടെ വന്ന് ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ഈശോയോട് 2 മാസം കൊണ്ട് മോൾക്ക് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ 2 മാസം കൊണ്ട് മകൾക്ക് ബ്ലീഡിങ്ങും ദശ വളരുന്നു പൂർണ്ണമായി മാറിക്കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ശാന്ത മരിയ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. രശ്മി പൂക്കോട്ടിൽ വാവാട് കൊടുവള്ളി. ഞാൻ കഴിഞ്ഞ മാസം ഒരു 10 ദിവസത്തോളം കണ്ണിന് പോളവീക്കം വന്ന് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. ജോലിക്ക് പോകാനോ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചുറങ്ങാനോ സാധിക്കാതെ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു. സാധാരണ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുകയും ചെയ്യും, ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുകയും. പക്ഷേ ഈ പ്രാവശ്യം 3 പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ടും യാതൊരു കുറവുമില്ലായിരുന്നു. ഓരോ ദിവസവും കരഞ്ഞ് ദൈവത്തോട് പരാതി പറഞ്ഞു മരിച്ചാൽ മതി എന്ന് കരുതിയും ഒക്കെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിലെ ചുവരിൽ ഈശോയുടെ ഒരു കുർബാനയും പിടിച്ചു നിൽക്കുന്നൊരു ചിത്രം ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. പക്ഷേ അത് പിന്നെയും കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണെന്ന്. അന്ന് തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ സുഹൃത്തിനോടും പറഞ്ഞു കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ. അത്ഭുതകരമായി എൻ്റെ കണ്ണ് സുഖപ്പെട്ടു. ഈശോയ്ക്ക് നന്ദി. രശ്മി കൊടുവള്ളി കരക്കണ്ടടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിരുന്നു, നിന്നെ വിളിച്ചിരുന്നു. അധ്വാനത്താൽ വലയുന്നോരെ ആശ്വാസമില്ല വലയുന്നോരെ ആടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിരുന്നു. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന
ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എല്ലാ നിയോഗങ്ങളിലേക്കും കടന്നു വരണമേ. ഈശോയുടെ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ദിവസം എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. രോഗികളെ സുഖപ്പെടുത്തണമേ. പരീക്ഷകൾ എഴുതിയിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഉന്നത വിജയം നൽകണമേ. വിദേശത്തേക്ക് പോകാൻ പരിശ്രമിക്കുന്നവരെ തടസ്സങ്ങൾ നീക്കി അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത പോലെ മംഗളവാർത്ത ലഭിക്കട്ടെ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥന. ഹല്ലേലൂയ. വിറക് കൊത്തിക്കൊണ്ടിരുന്നപ്പോൾ നടുമിന്നി ശക്തമായിട്ട് നടുവേദനയുള്ള ഒരു ആളെ കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൂടാതെ ശക്തമായിട്ടുള്ള നടുവേദന മൂലം ഇരിക്കാനും നിൽക്കാനും ബുദ്ധിമുട്ടുള്ള 7ഓളം പേരെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ണിന് കാഴ്ച കുറയുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്ന 3 പേരെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ലങ്സ് സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിരുവാൻ ചിന്തനമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും